ജനുവരി 12 കോർലിയോണിലെ വിശുദ്ധ ബെർണാഡ്. 1605 ഫെബ്രുവരി 6 സിസിലിയിലെ കോർലിയോണിൽ ജനിച്ച് 1667 ജനുവരി 12 പലേർമോ എന്ന സ്ഥലത്ത് വെച്ച് 61 വയസ്സിൽ മരണമടയുകയും 334 വർഷങ്ങൾക്ക് ശേഷം ജോൺ പോൾ രണ്ടാമൻ പാപ്പയിലൂടെ വിശുദ്ധനായി നാമകരണം ചെയ്യപ്പെടുകയും ചെയ്ത വിശുദ്ധ ബെർണാഡിനെ പരിചയപ്പെടാം. ഫിലിപ്പോ ലാറ്റിനോ എന്നായിരുന്നു ആദ്യ പേര്. ഫിലിപ്പോ തൻ്റെ പിതാവിനെ പോലെ ചെരുപ്പുകുത്തിയായി ജീവിക്കുന്ന കാലം സൈന്യത്തിൽ ചേർന്നു. താൻ വിശ്വസിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ള തർക്കമോ തന്നെ വ്രണപ്പെടുത്തുന്നതോ ആയുള്ളവരെ നിർദാക്ഷിണ്യം കൈകാര്യം ചെയ്യുന്നതിൽ മടിയില്ലാത്തവനായിരുന്നു. ഒരിക്കൽ ഫിലിപ്പോ പലേർമോയിലെ ഫ്രാൻസിസ്കന്മാരുടെ അടുക്കലേക്ക് പലായനം ചെയ്തു. അവിടെ അദ്ദേഹം സമൂലമായ പരിവർത്തനവും തൻ്റെ മുൻകാല ജീവിതത്തെക്കുറിച്ച് അനുതാപവും അനുഭവിച്ചു. അദ്ദേഹത്തിൻ്റെ പിതാവ് ലിയനാർഡോ, മാതാവ് ഫ്രാൻസിസ്ക ലാറ്റിനി. അവരുടെ 6 മക്കളിൽ മൂന്നാമനായാണ് വിശുദ്ധൻ്റെ ജനനം. അതിൽ ഒരാൾ പുരോഹിതനായി. ലാറ്റിനി മറ്റ് 5 സഹോദരങ്ങളെപ്പോലെ അത്ര ഭക്തനായിരുന്നില്ല. എന്നാൽ അവൻ വൃദ്ധരെയും ആലംബഹീനരെയും സഹായിച്ചിരുന്നു. വീടിനടുത്തുള്ള ഒരു കുരിശടിയിൽ ഇടയ്ക്കിടെ സന്ദർശിക്കുകയും ഒരു വിളക്ക് കൊളുത്തുകയും ചെയ്തിരുന്നു. അദ്ദേഹം ഫ്രാൻസിസ് അസീസിയുടെ ഭക്തനായിരുന്നു. 1624 പ്രൊഫഷണൽ കൊലയാളി വിറ്റോ കാനിനോയുമായി ദ്വന്ദ്വയുദ്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ മുതൽ ആളുകൾ ലാറ്റിനിയെ സിസിലിയിലെ ഏറ്റവും മികച്ച ബ്ലേഡ് എന്ന് കളിയാക്കി വിളിച്ചു. മനുഷ്യൻ്റെ പ്രതികാരത്തിൽ നിന്ന് രക്ഷ നേടാൻ ഒരു അഭയസ്ഥാനമായി കണ്ടാണ് കപ്പൂച്ചിൻ ആശ്രമത്തിലേക്ക് എത്തിയത്. പശ്ചാത്തപിച്ച ലാറ്റിനി തൻ്റെ എതിരാളികളെ കണ്ട് ക്ഷമ ചോദിക്കുകയും സൗഹൃദം സ്ഥാപിച്ച ശേഷം ബെർണാഡ് എന്ന പുതിയ നാമം സ്വീകരിച്ചുകൊണ്ട് കപ്പൂച്ചിൻ ആശ്രമാംഗമായി. അവൻ വലിയ മരിയഭക്തനായി മാറി. ആഴ്ചയിൽ 7 തവണ ചമ്മട്ടി കൊണ്ടടിച്ചും തലയണിക്കടിയിൽ മരക്കഷ്ണം വെച്ചും അപ്പവും വെള്ളവും മാത്രം ഭക്ഷിച്ചും രാത്രിയിൽ 3 മണിക്കൂർ മാത്രം ഉറങ്ങി ബാക്കി സമയം പ്രാർത്ഥനയിലും ദീർഘനേരം ജോലി ചെയ്തും തന്നെ രൂപാന്തരപ്പെടുത്തുവാൻ കഠിനമായി പരിശ്രമിച്ചുകൊണ്ടിരുന്നു. അടുക്കള ജോലിയിലും മറ്റ് സഹോദരങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകിക്കൊടുക്കുന്നതിലും അദ്ദേഹം തൽപരചിത്തനായിരുന്നു, തൻ്റെ മരണം വരെയും. രോഗികളോട് പ്രത്യേക ശ്രദ്ധ പുലർത്തിയ ബെർണാഡോ സൗമ്യതയ്ക്കും അനുകമ്പയ്ക്കും പേരുകേട്ട മനുഷ്യനായി തീർന്നു. ആ മരിയഭക്തൻ മറ്റുള്ളവരെയും മരിയഭക്തിയിലേക്ക് നയിച്ചു, പ്രോത്സാഹിപ്പിച്ചു. ഒരിക്കൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടുവെന്നും ശിശുവായ യേശുവിനെ അവൻ്റെ കൈകളിൽ ഏൽപ്പിച്ചുവെന്നും ജീവചരിത്രകാരന്മാർ അവകാശപ്പെടുന്നു. തൻ്റെ മരണത്തിന് 4 മാസം മുമ്പ് മാതാവ് അദ്ദേഹത്തിൻ്റെ മരണദിനത്തെക്കുറിച്ച് അറിവ് നൽകിയെന്നും അവകാശപ്പെടുന്നു. 1667 ജനുവരി 12 ഉച്ചയ്ക്ക് 2 മണിക്ക് പലേർമോയിൽ വെച്ച് അദ്ദേഹം മരിച്ചു. ജീവിതകാലത്ത് അദ്ദേഹം നേടിയ പ്രശസ്തി മൂലം ശവസംസ്കാര ഘോഷയാത്ര വിപുലമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൽ നിന്ന് ലഭിച്ച നിരവധി അത്ഭുത സാക്ഷ്യങ്ങൾ മൂലം 1768 ഏപ്രിൽ 29 ക്ലെമൻ്റ് 13 പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനാക്കി. 1773 ഡിസംബർ 11 വിശുദ്ധ പദവിയിലേക്ക് ഒരാളെ ഉയർത്തുവാനാവശ്യമായ അവസാനത്തെ അത്ഭുതവും നടന്നു. കോൺഗ്രിഗേഷൻ ഫോർ ദ കോസസ് ഓഫ് സയൻസ് ഇത് അവലോകനം ചെയ്യുകയും മെഡിക്കൽ പാനലിൻ്റെ അംഗീകാരത്തിന് ശേഷം 1998 മെയ് 22 ഈ പ്രക്രിയ സാധൂകരിക്കുകയും ചെയ്തു. ജോൺ പോൾ രണ്ടാമൻ പാപ്പ 2001 ജൂൺ 10 ലാറ്റിനിയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു.